നമസ്കാരം. ലോക എണ്ണ വിപണിയിൽ ഇതാ ഒരു പുതിയ തന്ത്രം മെനഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ട സൗദി അറേബ്യൻ ആധിപത്യം തകർത്ത് ഇന്ത്യ പുതിയ നീക്കങ്ങൾ നടത്തുകയാണ്. എന്താണ് റഷ്യ ഇന്ത്യ എണ്ണ കച്ചവടത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് തിരിയുന്നു? എല്ലാറ്റിനും ഉപരിയായി ഈ നീക്കങ്ങൾ സൗദി അറേബ്യയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങാൻ തുടങ്ങിയിരുന്നു. 2021 $825 കോടി ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങിയത്. എന്നാൽ 2024 ആയപ്പോഴേക്കും ഈ കണക്ക് $6570 കോടി കുതിച്ചുയർന്നു. യുദ്ധം കാരണം റഷ്യക്ക് എണ്ണ വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ തയ്യാറായി. ഈ അവസരം ഇന്ത്യ നന്നായി മുതലെടുത്തു. എന്നാൽ ഈ കച്ചവടം അമേരിക്കയെ ചൊടിപ്പിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ് അമേരിക്ക. അതുകൂടാതെ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 50% ചുങ്കം ഏർപ്പെടുത്താനും അമേരിക്ക തീരുമാനിച്ചു. ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്ന അവസ്ഥ വന്നു. ഇങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇന്ത്യ ഒരു പുതിയ തന്ത്രം ആവിഷ്കരിക്കുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇവിടെയാണ് നൈജീരിയ, അങ്കോള, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഒരു നിർണായക ശക്തിയായി മാറുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായി നൈജീരിയയിൽ നിന്ന് മാത്രം 20 ലക്ഷം ബാരൽ എണ്ണയാണ് ഇന്ത്യ ബുക്ക് ചെയ്തത്. അങ്കോളയിൽ നിന്ന് 10 ലക്ഷം ബാരലും UAEയിൽ നിന്ന് 30 ലക്ഷം ബാരലും അമേരിക്കയിൽ നിന്ന് 10 ലക്ഷം ബാരലും ഇന്ത്യ ബുക്ക് ചെയ്തു കഴിഞ്ഞു. ഇത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. നൈജീരിയയിൽ നിന്നുള്ള എണ്ണയ്ക്ക് താരതമ്യേന വില കുറവാണ്. ഇതും സൾഫർ അടങ്ങിയ ഈ ക്രൂഡ് ഓയിലിന് ആവശ്യക്കാർ ഏറെയാണ് എന്നതും ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. എന്നാൽ ഇവിടെ ഇന്ത്യക്ക് ഒരു പ്രധാന വെല്ലുവിളിയുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കേന്ദ്രമായ ദാങ്കോട്ടി റിഫൈനറിയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എതിരാളി. നൈജീരിയയിൽ നിന്നുള്ള മുഴുവൻ എണ്ണയും വാങ്ങാൻ അവർ തീരുമാനമെടുത്തതോടെ ഇന്ത്യക്ക് ഇവിടെ കടുത്ത മത്സരം നേരിടേണ്ടി വരും. എന്നിരുന്നാലും ഇന്ത്യയും ദങ്കോട്ടി റിഫൈനറിയുമാണ് നൈജീരിയൻ എണ്ണയുടെ പ്രധാനപ്പെട്ട ഉപഭോക്താക്കൾ. നൈജീരിയക്കെല്ലാം പുറമെ UAEയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. റിലയൻസ് പോലെയുള്ള കമ്പനികൾ UAEയിലെ മർബൻ ക്രൂഡ് വലിയ തോതിൽ വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം സൗദി അറേബ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇന്ത്യ സഹായിക്കും. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ ഒരു വലിയ പങ്ക് സൗദി അറേബ്യ ആയിരുന്നു നിറവേറ്റിയിരുന്നത്. എന്നാൽ റഷ്യ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ സൗദിയുടെ വിപണി വിഹിതം കുറയാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സൗദിയുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ റഷ്യയെ പിണക്കാതെ അമേരിക്കയെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പുതിയ എണ്ണ സ്രോതസ്സുകൾ തേടുകയാണ് ഇന്ത്യ. ഈ പുതിയ നീക്കങ്ങൾ ആഗോള എണ്ണ വിപണിയിൽ സൗദിക്ക് ഇരുട്ടടിയാകുമോ? കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.